കുവൈത്തുമായി നരേന്ദ്രമോദി വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി എന്നല്ല, ഇന്ത്യ വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈത്ത് സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പക്ഷേ നരേന്ദ്രമോദി കുവൈറ്റിൽ പോയി എന്നുള്ളത് മാത്രമല്ല, കുവൈത്തിലേക്ക് ചാണകം കയറ്റി അയച്ചു. ആ വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുവൈത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ചാണകം കയറ്റി അയച്ചു. മറ്റ് അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ചാണകം ആവശ്യപ്പെടുന്നു ഈന്തപ്പന കൃഷിക്കൊക്കെ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ നമ്മുടെ നാട്ടിലെ തീവ്ര സുഡാപ്പികൾക്ക്, തീവ്ര നിലപാടുള്ള ആളുകൾക്ക്, അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ചില പണ്ഡിതന്മാർക്ക് ഒക്കെ അറ്റാക്ക് വരുത്തുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി കുവൈത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും എന്താണ്, അറബ് നാട്ടിൽ. അപ്പോൾ നരേന്ദ്രമോദി പോയിട്ട് ഇവന്മാരുടെ തലയിൽ ഇടുത്തി വീഴുന്ന തരത്തിലേക്ക്, അതായത് ഭഗവാൻ അവൻ്റെ തലയിൽ ഇടുത്തി വീണേ എന്ന് വരുന്ന പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് മറ്റ് സുഡാപ്പികളെ കൊണ്ടുവന്നെത്തിച്ച നരേന്ദ്രമോദി മുഖേന നടപ്പിലാക്കിയ ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? പാർത്താൻ പറഞ്ഞത് ശരിയാണ്. ജിഹാദികളുടെ നെഞ്ചത്ത് മോദിയുടെ അടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 10-50 അടിയിൽ ഒന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഒരു ഇസ്ലാമിക രാജ്യത്ത് പോയി മോദിയുമായി പിന്നെ അവിടുത്തെ രാജാവ് കൈകോർക്കുമെന്നോ മോദിയുടെ വാക്കിന് അവർ വലിയ വില നൽകുമെന്നോ ഒന്നും ഇവിടുത്തെ സുഡാപ്പികളും അടുപ്പുകൂട്ടി ചർച്ചക്കാരും ഇവിടുത്തെ തീവ്ര മതമൗലികവാദികളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് നരേന്ദ്രമോദി എപ്പോഴും വ്യത്യസ്തനാവുന്നത്. നമ്മളൊക്കെ മുസ്ലിങ്ങളുടെ BJP എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം വിരോധരാണ് BJPക്കാർ. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒന്നും മുസ്ലിങ്ങളെ കാണാൻ പാടില്ല. മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ വേണ്ടിയാണ് അവർ പൗരത്വ ഭേദഗതി നിയമമൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഇവിടുത്തെ സുഡാപ്പികൾ കിടന്ന് തുള്ളലായിരുന്നു. ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കലും ഒരു മേളമായിരുന്നു ഇവിടെ. അതിനൊക്കെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, പൗരത്വ ഭേദഗതി ബില്ല് വന്നതിന് ശേഷം ഇവിടെ നിന്ന് എത്ര മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് കടത്തി, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്? അതിന് മറുപടിയില്ല, അതിനൊരു മറുപടിയുമില്ല. ലോറി വിളിച്ചു കൊണ്ടുപോകുന്നൊക്കെയാ പറഞ്ഞ പേടിപ്പിച്ചത്. പക്ഷേ ആ പൗരത്വ ഭേദഗതി ബില്ലിനെ സ്വാഗതം ചെയ്ത ഒരുപാട് നല്ല മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുത്തലാഖ് നിയമം മോദി കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ തന്നെ എവിടെയോ കിടന്ന് കുറേ സുഡാപ്പികൾ തിളച്ചു. കാരണം ഒരു സ്ത്രീയെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3-4 സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഉള്ള ഇനി ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും, അല്ലെങ്കിൽ വെറുതെ അങ്ങ് മുത്തലാഖ് ചൊല്ലി വാട്സപ്പിലൂടെയും മറ്റേ മെയിലിലൂടെയും അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലൂടെയൊന്നും മുത്തലാഖ് ചൊല്ലിയിട്ട് ഇനി പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്ന് അതോടുകൂടി കുറേ സുഡാപ്പികൾ തേഞ്ഞൊട്ടി എന്നുള്ളതാണ്. പക്ഷെ ധന്യ, ഈ CAA നിയമത്തിൽ ആരെയും പറഞ്ഞയച്ചില്ല തന്നെ പറഞ്ഞല്ലോ, പക്ഷെ അത് കേരളത്തിൽ നടപ്പാക്കിയില്ലല്ലോ. കേരളത്തിൽ പിണറായി അല്ലേ ഭരിക്കുന്നത്, പിണറായിക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഇവിടെ അത് പറ്റില്ലല്ലോ, കേരളം അങ്ങനെയാണല്ലോ, കേരളത്തിൽ അത് പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുവൈറ്റുമായി ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഭീകരവാദത്തെയാണ്. പാകിസ്ഥാൻ മുട്ട വിറച്ച് ഒരാളിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിലാണ്. വാജ്പേയി ഇവിടുന്ന് ലാഹോറിലേക്ക് ബസ്സിൽ പോയി യാത്ര ചെയ്ത് ഒരു ഭയവുമില്ലാതെ ബസ്സിലേക്ക് പോയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആരെയും ഭയപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് വാജ്പേയി എന്ന് പറയാം. സ്വന്തം തട്ടത്തിലുള്ള തെറ്റുകൾ വരെ പിന്നെ തുറന്നു പറയാൻ അദ്ദേഹം കാണിക്കുന്ന മനസ്സ്, നിലപാട്, അതൊക്കെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി. ഇപ്പോൾ പാകിസ്ഥാൻ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റുമായി ബംഗ്ലാദേശ് സൗഹൃദം സ്ഥാപിച്ചത്, പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിച്ചത്. കാരണം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നാൽ ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ കോൺഗ്രസ് വന്നാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ, തീവ്രവാദി ശക്തികളെ വളർത്തുന്നതിൽ കോൺഗ്രസിന് ഒരു വലിയ പങ്കുണ്ടെന്ന് പല ആരോപണവും എപ്പോഴും വന്നിട്ടുണ്ടല്ലോ. കാരണം വലിയ കൊടും ഭീകരരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റ് നൽകിയിരിക്കുന്ന സമ്മാനം, നിങ്ങളുടെ ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒപ്പം ഞങ്ങളുമുണ്ടാകും.
അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഇസ്രായേലിന് കൂടി ഇപ്പോൾ ഈ പിന്നെ ഇസ്രായേലിൽ ഹിസ്ബുള്ളയും പിന്നെ ഹമാസും ഹൂത്തികളും ഒക്കെ കിടന്ന് അഴിഞ്ഞാടുന്നുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഖത്തർ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പോൾ കുവൈറ്റ് ഭീകരവാദത്തിനെതിരെന്ന് പറയുമ്പോൾ ഈ പിന്നെ തിളയ്ക്കുന്ന ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികളൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം കൈകോർത്ത് ഭീകരവാദത്തിനെതിരെയാണ് നിൽക്കുന്നത്, ഒരു ഭീകരരും തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട എന്നൊരു താക്കീത് കൂടി നൽകുന്നുണ്ട്. ഇത് സുഡാപ്പികളെ ചില്ലറയൊന്നും ആയിരിക്കില്ല ചൊടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പറയുന്ന കുവൈത്ത് ഇന്ത്യയുമായി പുതിയ ചില കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് സൈബർ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ, അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുക, ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ ചെയ്യുക, അറബ് രാജ്യങ്ങളിൽ തന്നെയുള്ള പൗരന്മാർക്കിടയിൽ മതത്തിന്റെ തീവ്രവാദ നിലപാടുകൾ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അതിനെ സോഷ്യൽ മീഡിയ ഒരു മാധ്യമമാക്കി മാറ്റുന്നതിൻ്റെ ശക്തമായ നിയമം കൊണ്ടുവരിക തുടങ്ങിയ നിർണായകമായ തീരുമാനങ്ങളാണ് കുവൈത്ത് എടുത്തിട്ടുള്ളത്. കുവൈത്ത് മനസ്സിലാക്കിയിരിക്കുന്നു ഭീകരവാദം വലിയ പ്രശ്നമാണ്, ഭീകരവാദമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, മാനവികതയാണ് വേണ്ടത് എന്ന് കുവൈത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും മനസ്സിലാവാത്തത് ഇവിടുത്തെ സുഡാപ്പികൾക്ക് മാത്രമാണ്. ഗൾഫ് നാടുകളിലും ഈ പറയുന്ന സൗദി അറേബ്യയിലും അവിടെ ഈ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന അറബ് നാടുകളിൽ ഈ പറയുന്ന പിന്നെ ബുർഖയും അതുപോലെ തന്നെ പർദ്ദയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അതിനെതിരെ സംസാരിക്കുകയും എല്ലാ മത നിയമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇടുങ്ങിയ ചിന്താഗതികളിലൂടെ നമ്മൾ ഒഴിവാക്കി കളയേണ്ട സകല നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്ന ആളുകളിലേക്ക് എത്തിക്കുകയും ഇവിടെ നിന്ന് ആളുകളെ മതം മാറ്റി ഒരു ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ മറുപടി കൊടുത്തു. വാർത്ത വന്നല്ലോ, ഉത്തർപ്രദേശിൽ നിന്നൊരു പെൺകുട്ടി പിന്നെ ഗാസിയാബാദിൽ സംഭവിച്ചത് നമ്മൾ അറിഞ്ഞു. പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള സുഡാപ്പി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ അറബ് നാടുകളിലൊന്നും ഈ സുഡാപ്പി പ്രവർത്തനങ്ങൾ നടക്കാത്തത്? അവിടെ എന്തുകൊണ്ടാണ് അവിടുത്തെ ഭരണകൂടം ഒരു വർഗീയ നിലപാട് സ്വീകരിക്കാത്തത്? അവിടുത്തെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനും അവിടെ ഇല്ലാതാക്കാനും എല്ലായിടത്തും മുസ്ലിം ഭരണം വേണം എന്ന് പറയാത്തത് എന്താ? അവിടെ എന്താ അവർ പിന്നെ ഈ ഹിന്ദു ദേവാലയങ്ങൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ അനുവദിക്കുന്നത് എന്താ? സിനിമ തിയേറ്റർ ഇല്ലാതിരുന്നിടത്ത് സിനിമാ തിയേറ്റർ അനുവദിച്ചു കൊടുത്തത് എന്താ? ഡ്രൈവിംഗ് ലൈസൻസ് സ്ത്രീകൾക്ക് അനുവദിക്കാത്തിടത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു കൊടുത്തത് എന്താ? എന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് ബോധം വരില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ അല്ല, അവരെ വെറുതെ വിട്ടേക്കൂ, ഇവിടുത്തെ സുഡാപ്പികളെയാണ്. ഇവിടുത്തെ സുഡാപ്പി വൽക്കരണത്തെ പിന്നെ പ്രോത്സാഹിപ്പിച്ച് സുഡാപ്പികൾക്കെതിരെ എന്ത് പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ഇടത് വലത് ശക്തികൾക്ക് എന്തില്ല, വോട്ടില്ല. ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ തരത്തിൽ കുവൈത്തിൽ നിന്ന് വളരെ വ്യക്തമായ ചില സൂചനകൾ ആ രാഷ്ട്രം എല്ലാവർക്കും, എല്ലാ മത തീവ്രവാദികൾക്കുമായി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അവിടെ സന്ദർശിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് കുവൈത്ത് അവരുടെ പരമോന്നത ബഹുമതി സന്ദർശിച്ചപ്പോൾ കൊടുത്തിരിക്കുന്നു. റഷ്യ കൊടുത്തു, ചൈന കൊടുത്തു, എല്ലാ രാജ്യങ്ങളും കൊടുത്തു. ഇനി കൊടുക്കാൻ ഏത് രാജ്യമാണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വളരെ കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തരത്തിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഇവിടുത്തെ ആളുകളെ നിരാശപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും.